ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. സൗദിയിൽ അരാംകോയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 മരണം. റാസ് തനൂറയിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. സൗദി പൗരന്മാരാണ് മരിച്ചത്. വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ചേരുകയാണ് ജിദ്ദയിൽ നിന്ന്. ജലീൽ, ഗുഡ് ഈവനിംഗ്. വിശദാംശങ്ങൾ. കൃഷ്ണ, വളരെ ദാരുണമായ ഒരു വാർത്തയാണ് സൗദിയിലെ റാസ് തന്നൂറയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദിയിലെ പ്രമുഖ പൊതുമേഖലാ എണ്ണ കമ്പനിയായ അറാംകോയുടെ ഹെലികോപ്റ്ററാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണിയോടെയാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്നാണ് സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിക്കുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും സ്ഥലത്തേക്ക് കുതിച്ചെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും വേദനാജനകമായ കാര്യം, ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 14 പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നതാണ്. മരിച്ച 14 പേരും സൗദി പൗരന്മാരാണ് എന്ന് ഊർജ്ജ മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഈ റാസന്നൂറയിലെ അറാംകോയുടെ പ്രവർത്തന മേഖലയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഹെലികോപ്റ്റർ തകരാനുണ്ടായ കാരണം എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. സാങ്കേതിക തകരാറാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് കണ്ടെത്താൻ ഊർജ്ജ മന്ത്രാലയം ഇപ്പോൾ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സിവിൽ ഏവിയേഷൻ വിഭാഗവും മറ്റ് സുരക്ഷാ ഏജൻസികളും സംയുക്തമായാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സൗദി ഊർജ്ജ മന്ത്രാലയം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. പ്രദേശത്ത് ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടർന്നു വരികയാണ്. കൃഷ്ണ, ശരി. ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ജലീൽ കണ്ണമംഗലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.